ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാജൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ സ്പെഷ്യൽ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളം തോരാൻ വയ്ക്കുക. ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ നാരങ്ങ നീര്. അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ചധികം കറിവേപ്പില, അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതുപോലെ ചിക്കനിലോട്ട് എല്ലാ ഭാഗത്തും മസാല ആകുന്ന ഇതിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ തേച്ചൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വയ്ക്കാം, അല്ല ഉടനെ തന്നെ തയ്യാറാക്കാം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വയ്ക്കുക, ചതച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നത് നല്ല കരിച്ച് മുരിച്ചൊന്നും എടുക്കണ്ട, അത്യാവശ്യത്തിന് വേണ്ട ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധാ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ നല്ലതുപോലെ മൊരിച്ച് അത് ഒന്ന് കരിച്ച് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് ഒന്ന് അപ്പുറമൊക്കെ തിരിച്ച് മറിച്ചിട്ട് ഒക്കെ എടുക്കുമ്പോൾ തന്നെ മതിയാകും. ഇത് ഏതാണ്ട് ഒരു 3/4 കിലോളം ചിക്കനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ കറിവേപ്പിലയും ഇതുപോലെ ഇടയ്ക്കിട്ട് കൊടുക്കുക. കറിവേപ്പിലയുടെ മണമൊക്കെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇതൊരു നാടൻ രീതിയിലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാകമൊക്കെ ആകുമ്പോൾ നമ്മളിതിപ്പോൾ ഒന്ന് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനി നല്ല മൊരിയേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് കറി ചേർക്കുമ്പോഴത്തേക്കും അത് ഇനി ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേവിച്ചൊക്കെ കൂടെ എടുക്കും, അപ്പോൾ തന്നെ തയ്യാറാവും. പിന്നെ ഞാൻ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ എണ്ണയൊന്നും ഇനി പിന്നത്തേക്ക് വെക്കില്ല, ഇതിൽ തന്നെ മൊത്തം ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ്, കുറച്ച് എണ്ണയിൽ തന്നെയാണ് ഇതുപോലെ നിരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ എടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ കാണിച്ചതിന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി തയ്യാറാക്കാൻ വേണ്ടി മറ്റൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഞാൻ കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വരണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചിലേ കാണുള്ളൂ. ഒരു 4-5 സവാളയാണ് എടുത്തിരിക്കുന്നത്. നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഇനിയും നമ്മൾ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകത കുറച്ചധികം കറിവേപ്പിലയൊക്കെ ചേർത്ത്, കറിവേപ്പിലയുടെ ഒരു മണമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നല്ലൊരു ഫ്ലേവറിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് കുറച്ച് സമയമാകുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടും. പിന്നെ ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ചുകൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന എണ്ണ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള നല്ലതുപോലെ വഴഞ്ഞ് കുഴഞ്ഞ് വരാൻ വേണ്ടി ഒരു നുള്ള് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, താല്പര്യമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഞാനിവിടെ ഒരു 4 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇതുപോലെ 2ആക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അടപ്പുകൊണ്ട് അടച്ച് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഏതാണ്ട് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാൻ സമയമായി. ഇതുപോലെ ഉള്ളിയൊക്കെ ഇതായതിന് ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു പച്ചമുളകും ടൊമാറ്റോയും ആണ് ഞാൻ എടുത്ത് വെച്ചാൽ അതിൽ ആദ്യം പച്ചമുളക് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ തീരെ പല്ലുതാക്കാതെ ചെറിയ സൈസായിട്ട് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ടൊമാറ്റോ ഇനി നമ്മുടെ പച്ചമുളക് അത് ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ കളർ ഇത്രയും വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ നമ്മൾ കരിഞ്ഞൊന്നും പോകാതെ അല്ലേ എടുത്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഒരു ചെറിയൊരു ബൗളിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
ഇനി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ആണ് പൊടികൾ നമ്മളിനി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം അതിലോട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഈ പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് വറുത്ത് എല്ലാം മിക്സാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നത് കാരണം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ച ചുവയൊക്കെ ഇതുപോലെ മാറിയതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിലുണ്ടായിരുന്ന എണ്ണയും കറിവേപ്പിലയും എല്ലാമായിട്ട് ഇതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതുപോലെ തന്നെയാണ് തിളച്ച വെള്ളമാണ് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ മറ്റൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റും കറിയും ഒക്കെ ആണിത്. വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴത്തേക്ക് കറിയാവും, നല്ല പുരട്ടിയതുപോലെ എടുക്കുമ്പോൾ റോസ്റ്റും ആവും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വീണ്ടും കറിവേപ്പില കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കും. അതുണ്ടെങ്കിൽ അത് നല്ല തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇറച്ചിയൊക്കെ ഒന്നും നമ്മൾ അധികം മുരിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഇനി നല്ലതുപോലെ ഇതിൽ കിടന്ന് ഉള്ളിയും ഇറച്ചിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളം ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പുകൂടി കുറവുള്ളതുപോലെ തോന്നി കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചു എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ, ഇപ്പോൾ ചോറിൻ്റെ കൂടെക്കാൾ കൂടുതലും പലഹാരത്തിൻ്റെ കൂടെയാണ് ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അങ്ങനെ ഇതുപോലെ വെട്ടി തിളച്ച് ഞാൻ അടച്ചു വെച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ട ചെറിയ ഫ്ലെയിമിൽ നല്ല തിളച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഏതാണ്ട് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കണ്ടില്ല നല്ലൊരു മണമൊക്കെയാണ്. നമ്മുടെ കറിവേപ്പിലയും ഗരം മസാലയും ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്തേണ്ടത് അടിപൊളിയായിട്ടുള്ളൊരു മണമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഒരിക്കലെങ്കിലും നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ വീശുറട്ടി എന്ന് പറഞ്ഞ ഒരു പലഹാരമുണ്ട്, അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഞാനിത് കഴിക്കുന്നത്. അത് നെയ്യൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇതെന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും ഇതിൻ്റെ റെസിപ്പി തന്നെ. ഈ സൈഡിലേക്ക് നമ്മുടെ പാലാടയുടെ വേറൊരു സൈസാണ്. പാലാടയേക്കാൾ വേഗം തയ്യാറാക്കാൻ പറ്റിയത്. അതും ഈ കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ കറി വെച്ചത്. നല്ല റോസ്റ്റാക്കി എടുക്കാം, ഗ്രേവി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതും കൂട്ടി ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.